സോ ഈ നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 1ൻ്റെ അതിൽ 7ാമത്തെ എപ്പിസോഡാണ്. സോ ഈ മുമ്പത്തെ എപ്പിസോഡ്സ് ഒന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തിരിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോക്ക് ലൈക്ക് തന്നെ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 50 ലൈക്കാണ്. സോ നിങ്ങൾ എത്ര പെട്ടെന്ന് 50 ലൈക്ക് ആകുന്നു എത്ര പെട്ടെന്ന് തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. സോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് നമ്മുടെ ചാനൽ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക്. സോ ഈ എപ്പിസോഡ് തുടക്കത്തിന് കാണിക്കുന്നത് ഫേക്ക് ഇച്ചിക്കോ കുട്ടികളെ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ റിയൽ ഇച്ചിക്കോ വന്ന് തടയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഉരഹരയാണ്. ഉരു ആണെങ്കിൽ ഉരഹരയോട് സോറി പറയുകയാണ് താൻ ചെയ്ത തെറ്റിന്. എന്നാൽ നമ്മുടെ ഉരഹരയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവളെ നെഞ്ചോട് തേക്കുകയാണ്. അവൾ അത് കണ്ട് കരയുകയാണ്. അവരെല്ലാവരും കൂടെ മോഡ്സോളിനെ പിടിക്കാൻ വേണ്ടി റെഡിയാകുകയാണ്. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് റിയൽ ഇച്ചിക്കോയും ഫേക്ക് ഇച്ചിക്കോയും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കി. ഈ മോഡ്സോളിന് മനസ്സിലാവുകയാണ് ഇച്ചിക്കോയായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് അവിടെ നിന്ന് ഓടി പോവുകയാണ്. എന്നാൽ അതിന് പുറകെ ഓടാൻ പോയി ഇച്ചിക്കോയോട് റൂക്കി പറയുകയാണ് നമുക്കൊരു ഹോളോനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്, അതിനെ ഉടൻ തന്നെ നമുക്ക് നശിപ്പിച്ചേ പറ്റത്തുള്ളൂ നമ്മുടെ റൂക്കിയെ പറയുന്നത്. നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ മനസ്സില്ലാതെ മനസ്സോടുകൂടെ ആ ഹോളോടെ പുറകെ പോവുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് വളരെയധികം പേടിച്ച ആ കുട്ടികളാണെങ്കിൽ അവരുടെ ടീച്ചറിനെ വിളിക്കും. എന്നാൽ ടീച്ചർ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ അവർ വീഡിയോ ഗെയിംസ് കളിക്കുവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരെ വരക്ക് പറയും. പിന്നീട് കാണിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന മോഡ്സോളിനെയാണ്. മോഡ്സോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ആ ഇച്ചിക്കോയും റൂക്കിയും കൂടെ തന്നെ മൂഡ് നശിപ്പിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ ആ മോഡ്സോളിന് ഒരു ഹോളോന്റെ പ്രസൻസ് കിട്ടുന്നു. ആ ഹോളോ കുട്ടികളെ ആക്രമിക്കുമെന്ന് ആ മോഡ്സോൾ മനസ്സിൽ വിചാരിക്കുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ആ കുട്ടികളാണെങ്കിൽ അവർ ചെയ്ത തെറ്റുകൊണ്ട് തന്നെ ആ പ്ലേ ഗ്രൗണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ അവരുടെ പുറകിൽ നിന്ന് ആ ഹോളോ വരുന്നു. എന്നാൽ ആ ഹോളോനെ അന്വേഷിച്ച് പോയ റൂക്കിയുടെ ഡിവൈസ് കേടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തെറ്റായിട്ടുള്ള ഒരു ഡയറക്ഷനിൽ കൂടാണ് പോയത്. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് ആ കുട്ടികളെ ആക്രമിക്കാൻ വേണ്ടി ഹോളോ ശ്രമിക്കുന്ന സമയത്ത് ആ മോഡ്സോൾ വന്ന് അവരെ തടയുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് ആ കുട്ടികൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. ആ മോഡ്സോൾ ആ ഹോളോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് പഴുക്കേക്കും. എന്നാൽ ഇതേ സമയം തന്നെ തിരിച്ചു വന്ന നമ്മുടെ റൂക്കി അതുപോലെ തന്നെ ഇച്ചിക്കോയെ ആ മോഡ്സോളിനെ അതുപോലെ തന്നെ ആ ഹോളോനെ ഒരു ബിൽഡിങ്ങിനെ മണ്ടയ്ക്കുകയാണ്. ഇച്ചിക്കോ പെട്ടെന്ന് ഓടിപ്പോയിട്ട് ആ മോഡ്സോളിനെ ആക്രമിക്കാൻ പോകുന്ന ആ കറക്റ്റ് സമയത്ത് വന്നിട്ട് ഇച്ചിക്കോ വന്നിട്ട് അതിനെ അറ്റാക്ക് ഇച്ചിക്കോയുടെ ബോഡിയിലെ മുറിവ് കണ്ടിട്ട് ആ മോഡ്സോളിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അതുമായിട്ട് ആ മോഡ്സോളും അതുപോലെ ഇച്ചിക്കോയും കൂടെ ചേർന്നിട്ട് ആ ഹോളോനെ അങ്ങ് ഇല്ലാതാക്കുന്നു. പിന്നീട് ആ കുട്ടികളാണെങ്കിൽ ആ മോഡ്സോളിനെ കുറിച്ച് ഈ ടീച്ചറിനോട് എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ടീച്ചർ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അത് മാത്രമല്ല അവർക്ക് പിന്നെയും ടീച്ചർ പണിഷ്മെന്റ് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മോഡ്സോളിനോട് നമ്മുടെ ഇച്ചിക്കോ ചോദിക്കുവാണ് എന്തിനു വേണ്ടിയാണ് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി നീ ശ്രമിച്ചത്. ഇത് കേട്ട് ആ മോഡ്സോൾ പറയുകയാണ് ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ അവരിപ്പോൾ ഇവിടെ കിടന്ന് മരിച്ചു. ഈ ലോകത്ത് ആർക്കും ആരെ കൊല്ലാനുള്ള അധികാരമില്ല. കാരണം ആ മോഡ്സോളിനെ ക്രിയേറ്റ് ചെയ്ത ദിവസം തന്നെയായിരുന്നു എല്ലാ മോഡ്സോളിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡർ സോൾ സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയത്. എന്നാൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടിട്ടാണ് ആ മോഡ്സോൾ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും എൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണെന്ന് ആ മോഡ്സോൾ പറയും. കാരണമായതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികളെ രക്ഷിച്ചത് എന്നത് പറയും. എന്നാൽ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ഉരഹര വരുന്നത്. ഉരഹര വന്നുടൻ തന്നെ ഒരു വടി യൂസ് ചെയ്തിട്ട് നമ്മുടെ മോഡ്സോളിനെ നെറ്റിയിലേക്ക് തൊടുകയാണ്. നെറ്റിയിലേക്ക് തൊടുന്ന സമയം തന്നെ എന്തോ ഒരു കുരു പോലത്തെ ഒരു സാധനം താരോട്ട് വരുന്നു. നമ്മുടെ ഇച്ചിക്കോയുടെ ബോഡിയിൽ നിന്ന് മോഡ്സോളിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കുറെ സാധനം കൊണ്ട് വന്ന ജിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ ഇനി എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് ചോദിച്ച ഉരഹര അതിനെ നശിപ്പിക്കാൻ പോകുകയാണെന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ ഇച്ചിക്കോയ്ക്ക് മനസ്സിലാവുകയാണ് അയാൾക്ക് തന്നെ കാണാമെന്ന്. അതുകൊണ്ട് തന്നെ എന്നാൽ ഇതേ സമയം തന്നെ അയാൾക്ക് തന്നെ കാണാമെന്ന് മനസ്സിലാക്കി ഇച്ചിക്കോ താൻ ആരാണെന്ന് ചോദിച്ചു. എന്നാൽ ഇതേ സമയം തന്നെ മോഡ്സോളിന്റെ ആ സാധനമാണെങ്കിൽ ഉരഹരയുടെ കയ്യിൽ നിന്ന് റൂക്കിയ ഇത് കുറച്ച് ഡേഞ്ചറസ് ആണെന്ന് ഉരഹര പറഞ്ഞപ്പോൾ അത് സാരമില്ലെന്ന് റൂക്കിയ പറയുന്നു. എന്നിട്ട് ആ സാധനം ഇച്ചിക്കോയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഇച്ചിക്കോ ആ മോഡ്സോൾ കാരണം തന്റെ കൈക്ക് പറ്റിയ പഴുക്ക് ഭയങ്കര വേദനയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിക്കോ ചോദിക്കുവാണ് ഈ സോളിന്റെ ഞാൻ ഈ സാധനം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന്. സോ ഈ നമ്മുടെ റൂക്കിയ പറഞ്ഞു കൊടുക്കുകയാണ് ഈ സാധനം ഏതെങ്കിലും ഡെഡ് ബോഡി അകത്ത് വെച്ചാൽ ചിലപ്പോൾ അത് ജീവനോട് വന്നേക്കാം. ഞാൻ ഡെഡ് ബോഡി എവിടുന്ന് കണ്ടുപിടിക്കാനാണ്. അന്നേരമായിരുന്നു അവർ നിൽക്കുന്ന സൈഡിലായിട്ട് ഒരു കരടിയുടെ ഒരു പാവ അവർ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഇച്ചിക്കോ ആണെങ്കിൽ അതിന്റെ വായിൽ കൊണ്ട് ആ സാധനം വെക്കുകയാണ്. അന്നേരം തന്നെ ആ കരടിക്ക് ജീവൻ വെക്കുകയാണ്. അങ്ങനെ ആ മോഡ്സോൾ തന്റെ പുതിയ രൂപം കണ്ട് ഞെട്ടുകയാണ്. അതിനുശേഷം ഇച്ചിക്കോ തന്റെ കയ്യിൽ മുറിവുണ്ടാക്കിയത് കൊണ്ട് തന്നെയാൽ അതിന്റെ നേരെ പ്രതികാരം വീട്ടു. പിന്നീട് ഇച്ചിക്കോ രാവിലെ എഴുന്നേക്കുന്നത് ആ പാവയുടെ അലർച്ച കേട്ടിട്ടാണ്. എന്നിട്ട് ആ പാവയുമായിട്ട് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ പാവയുടെ ബഹളം കേട്ടിട്ട് റൂക്കിയും അവിടെ നിന്ന് വെളിയിലോട്ട് വരുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ യൂസോ അങ്ങോട്ട് കയറി വരുന്നത്. ഇച്ചിക്കോ എങ്ങനെയൊക്കെയോ അവരെ ഒളിപ്പിച്ച് വെക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ യൂസോ പറയുകയാണ് നിന്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ താഴെ വന്നിട്ട് നിനക്ക് വേണ്ടി കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴായിരുന്നു നമ്മുടെ ഇച്ചിക്കോ സമയം നോക്കിയപ്പോൾ ഇച്ചിക്കോ ലേറ്റ് ആകുന്നു. ഞാനിപ്പോൾ വരുവാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇച്ചിക്കോ പെട്ടെന്ന് ഒഴുകുകയാണ്. അങ്ങനെ അവരുടെ റിയാക്ഷനൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇച്ചിക്കോ റൂക്കിയോട് ചോദിക്കുന്നു പിന്നെയും അവരുടെ മെമ്മറീസ് ഒക്കെ നീ ഇറേസ് ചെയ്തു. നേരെ റൂക്കിയെ പറയുകയാണ് ഞാൻ ചെയ്തെന്ന്. എന്നാൽ ഇതേ സമയം തന്നെ എന്നും മറന്നെന്നാലോചിച്ച
നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ തൻ്റെ വാച്ച് നോക്കാൻ നേരത്തെ ഡേറ്റ് കണ്ടിട്ട് ഞെട്ടുകയാകാൻ വേണ്ടി തുടങ്ങിയ നമ്മുടെ റൂക്കി ആണെങ്കിൽ ഇച്ചിഗോ അവിടെ എന്താണെന്ന് ചോദിച്ചു. നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ഒറിഹിമിയും കൂട്ടുകാരും കൂടെ അവരുടെ അസൈൻമെന്റിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സ്റ്റുഡന്റ് എന്തോ ഒരു തുവാല തയ്ക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇച്ചിഗോ അങ്ങോട്ട് കയറി വരും. ഇതേ സമയം തന്നെ ഒറിഹിമി അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അവനും തിരിച്ചു ഗുഡ് മോർണിംഗ് പറയാം. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. കാരണം ഇച്ചിഗോ നോർമലായിട്ട് പെരുമാറുന്നത് ഇങ്ങനല്ല. എന്നാൽ ഇതൊക്കെ കണ്ട് നമ്മുടെ താട്സുക്കി അവരുടെ കൂട്ടുകാരോട് ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് ചോദിക്കും. സോ അന്നേരം ജൂൺ 16 അവർ പറയുന്നു. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ താട്സുക്കി മനസ്സിലാവുന്നു അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. അത് മാത്രമല്ല നാളെ ഇച്ചിഗോ ക്ലാസ്സിലേക്ക് വരുത്തുമില്ലെന്ന് അവൾ പറയും. പിന്നീട് കാണിക്കുന്നത് രാത്രിയാണ്. രാത്രിയാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അത് മാത്രമല്ല കുറോസാക്കി ക്ലിനിക് ആണെങ്കിൽ ജൂൺ 17 അവധിയാണെന്ന് കാണിച്ച് ഒരു നോട്ടീസും കാണിക്കുന്നു. അങ്ങനെ കിടക്കാൻ പോകുന്ന റൂക്കി ഇച്ചിഗോയോട് ചോദിക്കുവാണ്, നാളെ നിങ്ങൾ പിക്നിക്കിനാണോ പോകുന്നത്? ഇത് കണ്ട് ഇച്ചിഗോ പറയുകയാണ്, നാളെ തനിക്ക് എനിക്ക് ഒരു ഡേ ഓഫ് തരാൻ പറ്റുമോ എന്ന് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുന്നു. ഇത് കേട്ട റൂക്കി അതിന് സമ്മതിക്കുന്നില്ല. അതിന് മാത്രം നീ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ റൂക്കി ഇച്ചിഗോയോട് ചോദിക്കും. നാളെയാണ് എൻ്റെ അമ്മ കൊലപ്പെട്ട ദിവസം എന്ന് നമ്മുടെ ഇച്ചിഗോ പറയും. പിന്നീട് കാണിക്കുന്ന ആ ടൗൺ ആണ്. ആ ടൗണിൽ മുഴുവനായിട്ടും മഴ പെയ്യുന്നു. എന്നാൽ ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ഈ മഴയൊക്കെ കണ്ടുകൊണ്ട് ഒറിഹിമി അവിടെ ഇരിക്കുന്നതും നമ്മളെ കാണിക്കും. അവളും അവിടെ വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കുന്നു, എനിക്കും ഒരു മഴയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കും ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് അവരുടെ വേദനകളിലേക്ക് എനിക്കും പങ്കുചേരാൻ കഴിയുമായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങാൻ കിടന്ന ഇച്ചിഗോയ്ക്ക് ഉറങ്ങാൻ കഴിയാതെ തൻ്റെ ആ അമ്മ മരിച്ചപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോൾ സൊസൈറ്റി കുട്ടികളുടെ കൂടെ ഒരു സോൾ റിപ്പർ കളിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു മാസ്ക് വെച്ച സോൾ റിപ്പർ വരും. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നു. ഇതേ സമയം തന്നെ ഒരു സോൾ റിപ്പർ ആരെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മറ്റേ സോൾ റിപ്പർ റൂക്കിയ കുച്ചിക്കി എന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താ? അവൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഒരുപാടധികം കാലം അവിടെ വേറെ എന്തോ നടക്കുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ എന്താന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ആ മാസ്ക് വെച്ച സോൾ റിപ്പർ പോകുന്നു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരിക്കും ടാറ്റ ബൈ. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് തന്നേക്ക്. സോ അടുത്ത ദിവസം അടുത്തൊരു ബ്ലീച്ചിന്റെ എപ്പിസോഡായിട്ട് വരുന്നവരിക്കും ടാറ്റ ബൈ. ടാറ്റ.